ഇപ്പോൾ ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി തത്സമയം ചേരുന്നുണ്ട് ശിരൂരിൽ നിന്ന്. ഷഫീദ്, കൂറ്റൻ മണ്ണുമാന്തി യന്ത്രം എത്തിച്ചു, അതുപയോഗിച്ചുള്ള മണ്ണുമാറ്റം പരിശോധനയൊക്കെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി എന്തൊക്കെ പദ്ധതികളാണ് നാളെ ഡ്രോൺ ദൗത്യം നടക്കാനിരിക്കുന്നു? ഇന്ന് എന്തൊക്കെയാണ് ദൗത്യസംഘം അവിടെ പൂർത്തിയാക്കുക? ഷഫീദ്. ഉന്മേഷ, നിലവിലിപ്പോൾ അതായത് എല്ലാ കണ്ണുകളും ആകാംക്ഷയോടെ നോക്കുന്നത് നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള സ്കാനി എക്സ്കവേറ്ററിൽ തന്നെയാണ്. അതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിലൊന്ന് ഹഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ നദിക്ക് നടുവിലെ ആ മണ്ണുകൂമ്പാരം അതിലേക്ക് എത്തിപ്പെടാനോ നീക്കം ചെയ്യാനോ സ്വാഭാവികമായും ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ട്. പക്ഷെ അപ്പോൾ പോലും നമ്മൾ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന മറ്റൊരു കാര്യം, ആ ജോഗ്രഫി നമുക്കറിയാം. ഒരു വലിയ കുന്ന്, അതിന് തൊട്ട് താഴെ റോഡ്, അതിന് താഴെ നദി. അപ്പോൾ ഈ റോഡിന്റെ വശത്ത് നിന്ന് നദിയിലേക്ക് ഈ ചായക്കട അടക്കം പതിച്ച സ്ഥലം, അവിടെ കഴിഞ്ഞ ദിവസം പ്രദേശവാസികൾ വലിയ ഒച്ചയൊക്കെ ഉണ്ടാക്കി ഇതിങ്ങനെ തകർന്ന് വരുന്ന വിഷ്വൽ കാണുമ്പോൾ വലിയ ശബ്ദമൊക്കെ ഉണ്ടാക്കി പരിഭ്രാന്തരെ മടങ്ങുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായും ആ ഭാഗത്തുണ്ടോ എന്നുള്ളൊരു പരിശോധന ഇപ്പോൾ ഈ സ്കാനി എക്സ്കവേറ്റർ നടത്തുന്നുണ്ട്. സാധാരണ രീതിയിലെ JCB മണ്ണ് നീക്കുന്നത് പോലെയല്ല സ്കാനി എക്സ്കവേറ്ററിന്റെ മണ്ണ് നീക്കം. അത് കുറച്ചുകൂടി ശാസ്ത്രീയമാണ്. മാത്രമല്ല, ഒബ്ജക്റ്റ് ഉണ്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുണ്ടോ എന്ന ഒരു സിംഗിൾ പേസിൽ ഇതുമായി ബന്ധപ്പെട്ട മണ്ണ് നീക്കി അതിനുശേഷം സമീപത്തെ മണ്ണെടുക്കുക. അതാണ് നിലവിൽ ഇപ്പോൾ അവിടെ നടക്കുന്ന ആക്ഷൻ പ്ലാൻ എന്നുള്ളതാണ് അവിടെ നിന്ന് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. അവിടെയുള്ള ആളുകളുമായി നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, ജോഗ്രഫിയെക്കുറിച്ച് കൂടുതൽ കാര്യമായി അറിയാവുന്ന അരുൺ പൂപ്പറമ്പ് കൂടി ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോട് ചേരുകയാണ്. ഇപ്പോൾ നമ്മൾ ഇതുവരെ കണ്ട JCB ഉപയോഗിച്ചുള്ള മണ്ണുമാറ്റമല്ല അവിടെ നടക്കുന്നത്. ഒബ്ജക്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് സിംഗിൾ ഫേസിൽ പരിശോധന നടത്തുന്നു. അങ്ങനെ തന്നെയല്ലേ? നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് അവരുടെ ഒരു ഓപ്പറേഷൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം നിലവിൽ ഈ യന്ത്ര സംവിധാനം ഓപ്പറേറ്റ് ചെയ്യുന്നവരുമായി അവിടുത്തെ സൈനിക ഉദ്യോഗസ്ഥർ ചർച്ച നടത്തിയിട്ടുണ്ട്. അതിനുശേഷം പുതിയ അപ്ഡേറ്റ് ആണ്. സൈനിക ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് നിലവിൽ ആ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ ആദ്യം നൽകിയ നിർദ്ദേശം ഈ പുഴയോരത്തെ ഈ മൺകൂമ്പാരത്തിൽ പരിശോധന നടത്തണം എന്ന് ആ സൈനിക ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയിരുന്നു. ആ നിർദ്ദേശത്തെ തുടർന്നാണ് ഇപ്പോൾ നിലവിൽ ഈ പുഴയോട് ചേർന്ന ഭാഗത്ത് അവരുടെ ഈ സംവിധാനത്തിന്റെ യന്ത്രക്കൈ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നിലവിൽ നടക്കുന്നത്. അതിനുശേഷമായിരിക്കും ഈ നിലവിൽ നമുക്ക് സിഗ്നൽ ലഭിച്ചിട്ടുള്ള ഈ 40 മീറ്ററോളം അകലെയുള്ള ഭാഗത്തേക്കുള്ള പരിശോധന തുടരുകയുള്ളൂ. നിലവിൽ എന്തായാലും ആദ്യഘട്ടത്തിൽ അവരെത്തിയതിനു ശേഷം നടത്തിയ ചർച്ചയ്ക്ക് ശേഷം അവരുണ്ടാക്കിയ ഒരു പ്ലാനിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നിലവിൽ ഈ നദിയോട് ചേർന്ന ഭാഗത്ത് പരിശോധന ആരംഭിച്ചിട്ടുള്ളത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ സംഭവ സ്ഥലത്ത് ഈ പലതരത്തിലുള്ള ആളുകളുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെയുണ്ട്. കാൻവാർ MLA ഉണ്ട്, അതേപോലെ തന്നെ മഞ്ചേശ്വരം MLA ഉണ്ട്, ഈ ഉത്തര കന്നഡ കളക്ടർ, SP അടക്കമുള്ള ആളുകളുണ്ട്. ഇവർ അല്പസമയം ഒരു മീറ്റിംഗ് ചേർന്നിരുന്നു. അത് ISROയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ആ മീറ്റിംഗിൽ പങ്കെടുത്തു. അതിന്റെ വിശദാംശങ്ങൾ കൂടി അരുൺ. തീർച്ചയായിട്ടും ഇവിടെ സമീപത്തെ ഒരു സ്വകാര്യ ഹോട്ടലിൽ വെച്ചായിരുന്നു ആ മീറ്റിംഗ് നടന്നത്. അതിൽ കളക്ടർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്തിരുന്നു. ISRO പ്രതിനിധികളുമായി അവർ ചർച്ച നടത്തിയിട്ടുണ്ട്. നാളത്തെ ഈ ഡ്രോൺ പരിശോധനയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഈ ISROയുടെ കൂടി സാധ്യതകൾ, അവരുടെ സഹായം കൂടി അതിൽ തേടുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ചർച്ച നടന്നത്. അതിൽ ഈ ദൗത്യ സംഘത്തിലുള്ളവർ വിവിധ സേനാ വിഭാഗങ്ങളുടെ NDRF, അതോടൊപ്പം തന്നെ കരസേന, SDRF ഉൾപ്പെടെയുള്ള സേനാ വിഭാഗങ്ങളുടെ, നാവികസേന ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളുടെ പ്രതിനിധികളായ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇന്ന് ഇതൊരു ഓപ്ഷനാണ്. എത്ര സമയം അരുണാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ കാൻവാർ MLAയുമായി ഇപ്പോഴും സംസാരിച്ചത്? ഇത് എത്ര മണി വരെ പോകും? ഈ ഇരുട്ട് വീഴുന്നത് വരെ ഉള്ളോ? നിലവിൽ ഇപ്പോൾ ഈ കരഭാഗത്തുള്ള, അതായത് പുഴയോട് ചേർന്ന ഭാഗത്തുള്ള പരിശോധനയ്ക്ക് ഏകദേശം ഒരു 1.5 മുതൽ 2 മണിക്കൂർ എടുക്കും എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഈ സൈനിക ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം, അവരുടെ പ്ലാൻ പ്രകാരം നടത്തിയ ഒരു തീരുമാനമാണ്. അതിൽ ഒരു 1.5-2 മണിക്കൂറെങ്കിലും എടുക്കും എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം അവരുടെ ഈ സംവിധാനം, യന്ത്ര സംവിധാനം അല്പം കൂടി മൂവ് ചെയ്ത് അടുത്തോട്ട് പോകുമെന്നാണ്. എന്നാൽ അതിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ ഒരുപക്ഷെ ഈ യന്ത്രക്കൈ നമുക്ക് ഈ 40 മീറ്ററോളം എത്തില്ല എന്ന് തോന്നിയേക്കാം. പക്ഷേ ഇതിൻ്റെ ഒരു സംവിധാനം കൂടുതൽ സാങ്കേതികമായി ഉന്നത തലത്തിലുള്ള സംവിധാനമാണ്. ആ തരത്തിൽ കൂടി നമുക്ക് എന്തായാലും കാത്തിരിക്കേണ്ടി വരും. നിലവിൽ എന്തായാലും അവരുടെ പ്ലാൻ പ്രകാരം തന്നെയാണ് ഈ പുഴയോരത്ത് ചേർന്ന, നേരത്തെ മലയാളി രക്ഷാപ്രവർത്തകർ ഉൾപ്പെടെ ആവശ്യപ്പെട്ട അതേ കാര്യം ഇപ്പോൾ അവരുടെ ഈ സൈനിക ഉദ്യോഗസ്ഥരുടെ, പ്രത്യേകിച്ച് കരസേനാ ഉദ്യോഗസ്ഥർ അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അവരുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് നിലവിൽ ആ തെരച്ചിൽ പുരോഗമിക്കുന്നത്. അരുൺ, ഈ പറഞ്ഞ കാര്യമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ആദ്യഘട്ടത്തിലെ പരിശോധന നദിയുടെ
തൊട്ടരികെ, അതായത് ഈ കടയടക്കം ചായക്കടയടക്കം മറിഞ്ഞുപോയ നദിയിലേക്കുള്ള ഭാഗത്തെ മണ്ണ് നീക്കമാണ്. അതും ഒരു സൂക്ഷ്മ പരിശോധന നിലയിൽ അടുത്ത 2 മണിക്കൂർ അത് നടത്തും. അതിനുശേഷം മാത്രമായിരിക്കും നമ്മൾ മുൻപ് ഈ വലിയ ആശങ്ക പ്രകടിപ്പിച്ചത്, അതായത് ഈ പ്രേക്ഷകരടക്കം നമ്മുടെ യൂട്യൂബിൽ പറയുന്നത് പോലെ തന്നെ വലിയ ആശങ്ക പ്രകടിപ്പിച്ച ആ ഒരു സാധ്യതയിലേക്ക് കടക്കുക. അതിനും ചില സാധ്യതകൾ മുൻപ് ഹാഷ്മി പറഞ്ഞതുപോലെ തന്നെ ഈ മണ്ണ് ഈ നദിയുടെ അരികിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇട്ടുകൊണ്ടുള്ള പരിശോധന ശരിയാണ് അടക്കമുള്ള കാര്യങ്ങൾ. ഷഫീദ്, അത്തരത്തിൽ എന്തു പദ്ധതി ഉണ്ട് എന്നത് കൂടി അറിയേണ്ടതുണ്ട്. പുഴയുടെ നടുഭാഗത്തേക്ക് തിരച്ചിലെത്തിക്കാൻ, പരിശോധന എത്തിക്കാൻ എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ളതും അറിയേണ്ടതുണ്ട്. അത് വരും മണിക്കൂറുകളിൽ വ്യക്തമാകും. നമ്മുടെ പ്രേക്ഷകരൊക്കെ ഇപ്പോഴും അവരുടെ അഭിപ്രായങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈ വിഷയത്തിൽ സജീവമായ ഇടപെടലുണ്ട്, ആശങ്കയുണ്ട്. അർജുന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് മലയാളികൾ മുഴുവൻ.